ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മോരുകറി റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറി റെസിപ്പിയാണ് ഇത്. ഇതിനായിട്ട് ഇതാ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഷ്ണം ചേന നമുക്കൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേനയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട് കുക്കറിൽ ഇട്ട് വേവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിലോട്ട് ഞാനിത് ഒരു 2 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ഇതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കഷ്ണം വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിത് 2 ടേബിൾ സ്പൂണോളം മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മട്ട അരി ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചോറ് വെക്കുന്ന അരി എടുത്താലും മതിയാവും. അപ്പം നമ്മുടെ അരിയൊക്കെ ഇവിടെ പൊട്ടി അരി വറുത്ത് കഴിക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇനി നമുക്ക് 1 മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. 1 മുറി നാളികേരം നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. 1 മുറി നാളികേരം നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ. നാളികേരമൊക്കെ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരയ്ക്കുന്നതിനായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ, ആ അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിത് അരി വറുത്ത് വെച്ചത് മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളകും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് എരിവിന് അനുസരിച്ചാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നാളികേരമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് റെഡി ആയപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് ഉടയാതെയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടയുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഉടച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് അങ്ങനെ തന്നെ കഷ്ണങ്ങളായിട്ട് കിടന്നോട്ടെ. അപ്പോൾ വെന്ത് വന്ന കഷ്ണങ്ങളൊക്കെ ഞാനൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഈ കഷ്ണങ്ങൾ ഒന്ന് മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ വെക്കാം കേട്ടോ. പക്ഷേ മോരുകറി എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ 2 പാത്രം കഴുകാനുള്ള മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതേ കുക്കറിൽ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് ആ ചട്ടിയിലോട്ട് കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്ര വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലോട്ട് ഇനി തൈരും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. തൈര് അടിച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പോളം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം അരച്ച അതേ മിക്സിയുടെ ജാറിലോട്ടാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുള്ള അരപ്പും കഷ്ണങ്ങളും എല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മളിത് അതിലോട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വല്ലാതെ അങ്ങോട്ട് തിളപ്പിക്കേണ്ട. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിള ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനിതാ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിലോട്ട് നമ്മൾ ഒട്ടും തന്നെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുരുമുളക് പൊടിയുടെ ആ എരിവും പച്ചമുളകിൻ്റെ ആ എരിവും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കറിയിലോട്ട് ഇനി ഒന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ 2 ടീസ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തത് വറ്റൽമുളകാണ്.
വറ്റൽമുളകും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കിടിലൻ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേന വെച്ചിട്ട്, ചേമ്പ് വെച്ചിട്ടും കായ വെച്ചിട്ടും ഒക്കെ ഇതുപോലെ ഒരു മോരുകറി തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഇന്നത്തെ ഈ മോരുകറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും അറിയാം, മോരുകറിയൊക്കെ 2 ദിവസം വരെ ഇരിക്കും പുറത്ത് വെച്ചാലും. കറണ്ടൊക്കെ ഇല്ലാത്ത സമയമാണ്, മഴക്കാലം ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ പുറത്ത് തന്നെ ഇത് സൂക്ഷിച്ചാൽ നമുക്ക് കേടുകൂടാതെ 2 ദിവസം വരെ ഉപയോഗിക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്